എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശരത്. അപ്പം ഇന്ന് നമ്മൾ പേട്രിയറ്റ് സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നൊരു സിനിമയാണ്. ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ മമ്മൂക്കയുടെയും വലിയൊരു ഫാൻ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടു വളർന്നതിൻ്റെ പേരിലായിരിക്കാം. ഇവരാണ് ചൈൽഡ്ഹുഡ്. സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ മമ്മൂക്ക, ലാലേട്ടൻ ഇവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുറേ കാലത്തിന് ശേഷം ഒരു സിനിമയിൽ ഒരുമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഈ പടം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു മഹേഷ് നാരായണൻ അല്ലേ? മഹേഷ് നാരായണൻ സിനിമ ആയതുകൊണ്ട് തന്നെ കണ്ടറിയാം എങ്ങനെയാ സിനിമ, ഏതായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ട്രെയിലർ ഉണ്ട്. ഞാൻ ഈ ട്രെയിലർ ഒരു സൈഡിലായിട്ട് വയ്ക്കുന്നതും ട്രാൻസ്പെറൻസി കുറച്ച് വയ്ക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓഡിയോ പിച്ചൊക്കെ മാറ്റി വയ്ക്കുന്നത് പറഞ്ഞല്ല, പരമാവധി കോപ്പറേഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. അല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്താനെ. എനിവേസ്, റിയാക്ഷനിലേക്ക് കിടക്കാം. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்னில் ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அதை எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்ணுறது உங்களுக்கு நியாயமாக தோணுதா? വെറൈറ്റി ആണല്ലോ. Revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. ബ്ലോഗ് നമ്പർ 112. വിമതനാണ്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതെന്തുട്ടാ സംഭവം എന്ന് മനസ്സിലാവണില്ല. Listen, Mike. She has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവൾ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാ പോലീസ് പറയുന്നു. Is that similar to Periscope? ഓ എടാമോ Issue a lookout notice for Dr. Daniel James. മമ്മൂക്ക. മോനെ, I think my phone has been compromised. എന്ത് ലുക്കണി മനുഷ്യന്. Turned out to be a traitor. So the passenger has taken the opposite exit and he is going to the next terminal. How's that possible? ഇതൊരു തരം ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. ഇതൊരു ഒരാളെ ഹണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പടം തോന്നുന്നുണ്ട് കണ്ടിട്ട്. മമ്മൂക്കാണല്ലോ എല്ലാവരും ഹണ്ട് ചെയ്യണത്. ഒന്നും സംഭവിക്കില്ല. Someone is helping him. ഓ ലാലേട്ടൻ. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. കീപ് ഇറ്റ് ലോ. ഓ ഒരു എന്റെ മോനെ. ഓ ആ പോസ്റ്റർ. നമ്മൾ ഒരുമിച്ചല്ലടാ എല്ലാം തുടങ്ങിയത്. ചാക്കോസിനും പാസ് കിട്ടിയ എന്റെ He's a fucking trained bastard. ഓ ശെറ്റ മോനെ. അമ്മേ, Patriot. എന്റെ മോനെ, ഇതിലൊന്നൊന്നര സാധനം കൊണ്ടിട്ടാ കണ്ടിട്ട്. May 1. ഇത് റിലീസ് ഡേ തന്നെ കണ്ടേ പറ്റൂ. ഞാൻ ഈ ട്രെയിലർ ഇപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഞാനൊന്ന് കണ്ടു. ഇപ്പം ഈ ഇത് ചെയ്യുന്നതിന് ഇപ്പം
ഇപ്പൊ സംസാരിക്കുന്നതിന് മുമ്പേ ഒന്നും കൂടി ഒന്ന് കണ്ടിരുന്നു. വേറെ ഒന്നുമല്ല, എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാനാണ്. സോ മൊത്തത്തിൽ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിലും ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇതൊരു എന്താ പറയാ, മമ്മൂക്കയുടെ ക്യാരക്ടറിനെ എല്ലാവരും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഹണ്ട് ചെയ്യണം. ആ നേരത്ത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ട്വിസ്റ്റ് ഉണ്ടോ ഇതൊന്നും നമുക്ക് അറിയില്ല, പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബട്ട് ടീസർ ഇറങ്ങിയ സമയത്ത്, ഇതിൻ്റെ ആദ്യം ടീസർ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പോയതാണെന്നുണ്ടെങ്കിലും അത് പലർക്കും അതൊരു നിരാശയായിട്ട് തോന്നിയിരുന്നു. ഒരു സുഖം തോന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നിയിരുന്നു. പക്ഷെ ഞാൻ പറയാലോ, ഇത് എത്ര പേർക്ക് ഇഷ്ടമാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ മമ്മൂക്ക ലാലേട്ടൻ ഒരുമിക്കുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമുണ്ട്. അതാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ടൈപ്പ് പടം വരുമ്പോൾ, പ്രത്യേകിച്ച് മമ്മൂക്ക ആസ് എ പേഴ്സൺ, മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തതാണ്. ലാലേട്ടൻ ഇപ്പോൾ പതിയേശം ആ ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ആസ് എ ലാലേട്ടൻ ഫാൻ ആൻഡ് മമ്മൂക്കയും ഭയങ്കര വലിയൊരു മമ്മൂക്കയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സത്യം പറഞ്ഞാൽ മലയാളത്തിലെ രണ്ടാമത്തെ നടൻ ലാലേട്ടൻ കഴിഞ്ഞ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതുണ്ട്. അതിന് മേലെ ഈ ഒരു സിനിമ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഫാൻ ബേസ് തന്നെ പടത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പടം പോസിറ്റീവ് ആയോ 100 കോടിയൊക്കെ ഉറപ്പിക്കാം ഈ സാധനം. കാരണം മമ്മൂക്കയെ ലാലേട്ടൻ ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഓബ്വിയസ്ലി അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്തതിൽ ഫാഫ വില്ലനാണോ എന്നാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. ചാക്കോച്ചനും എനിക്കറിയില്ല. പടത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട്, ട്രെയിലർ കണ്ടിട്ട് ഒരു ഏതാണ് എന്ന് ഒരുതരം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാതിരിയാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല, എനിക്ക് കൂടുതലൊരു മിസ്ലീഡിങ് ഫീലിംഗ് എനിക്ക് തോന്നി. അതായത് പലതും നമ്മൾ കാണുന്നതായിരിക്കണമെന്നില്ല ഇനി എന്താണ് സിനിമയിൽ നടക്കുന്നത് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെയാണോ ഇല്ലോ എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പല ടീസറുകളും ട്രെയിലറിലൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും, എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ. പടം ചിലപ്പോൾ അത് തന്നെയായിരിക്കും. എനിവേ, മെയ് 1 പടം റിലീസ്. ഞാൻ എന്തായാലും അത് ഫസ്റ്റ് ഡേ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയി കാണാൻ ഞാൻ സിനിമ ശ്രമിക്കും. അതിൻ്റെ റിവ്യൂ മെയ് 1 എന്തായാലും പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. മാൻ, പേട്രിയറ്റ് ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ വർഷം ഇപ്പോൾ കുറേ സിനിമകൾ ഈ വർഷം വരുന്നുണ്ട്. സിനിമകൾ ട്രെയിലർ റിയാക്ഷനും ഇതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ രാമായണത്തിൻ്റെ വന്നിരുന്നു. ഞാൻ മനഃപൂർവ്വം റിയാക്ട് ചെയ്യാണ്ടിരുന്നതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ കണ്ടു ട്രെയിലർ, എനിക്കത് ഇഷ്ടമായി. പക്ഷേ കോപ്പിറൈറ്റ് അത് തന്നെയാണ് പ്രശ്നം. കോപ്പിറൈറ്റ് ഒരു പ്രശ്നമുള്ളത് തന്നെയാണ്. പക്ഷെ കുറേ സിനിമകൾ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ഈ മാസം ഇനിയിപ്പോൾ വാഴ ഇറങ്ങിയിരുന്നു. ഞാൻ OTT വരുമ്പോഴേ വാഴ കാണുന്നുണ്ടാവുള്ളൂ. ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന വ്യക്തിയല്ല. അപ്പോൾ ചിലത് ഇൻട്രസ്റ്റ് തോന്നുന്നത് ഞാൻ പോയി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം മൈക്കിൾ ജാക്സന്റെ സിനിമ ഉണ്ട്, അതെന്തായാലും പോയി കാണണം. അങ്ങനെ കുറച്ച് കുറേ സിനിമകൾ ഈ വർഷം വരുന്നുണ്ട്. ഈ വർഷം സിനിമ കാണാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട സിറ്റുവേഷനാണ്. എനിവേസ് മാൻ, ഞാൻ എക്സൈറ്റഡ് ആണ് സിനിമ കാണാനായിട്ട്. നിങ്ങളും എക്സൈറ്റഡ് ആണോ എന്നുള്ള കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വേറെന്ത്, നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം സിനിമ. എനിവേ, അടുത്തൊരു റിയാക്ഷനോ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.